വൈകുന്നേരം 6 മണിയായിട്ട് 31 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പോൾ കിളികളെയൊക്കെ നമ്മൾ ഈ വലിയ കൂടിൻ്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഓരോരോ കൂടുകളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരെയും തുറന്നു ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടെടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ താഴ്ഭാഗത്തൊക്കെ വന്നിരിക്കാൻ പറ്റും. ഇപ്പം രാവിലെയും വൈകുന്നേരമായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ കൂടിൻ്റെ ചുറ്റുമൊക്കെ അത്യാവശ്യം ഇങ്ങനെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുള്ളത് കാരണം വലുതായിട്ട് അങ്ങനെ പ്രശ്നം വരുന്നില്ല. പിന്നെ റൂഫ് 2 ലെയർ റൂഫ് വരുന്നുണ്ട്. ഇവിടെ ഈ കൂടിന് മുകളിൽ നമ്മളൊരു ബാംബുവിൻ്റെ റൂഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ ഷെഡ് പോലെയും ഒരു റൂഫുണ്ട്. എന്നാലും ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം നല്ല ടെമ്പറേച്ചർ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചാക്കുകൾ മേടിക്കാൻ കിട്ടും. അപ്പം ഈ ഒരു ചാക്ക് ഇങ്ങനെ കൂടിന് മുകളിലിട്ടിട്ട് നമ്മൾ അതും കൂടി ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ സീസണിൽ പക്ഷേ ഞങ്ങൾക്ക് വേറെ കിളികളൊന്നും ഉണ്ടായിരുന്നില്ല. ബഡ്ജീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇത്രയ്ക്ക് പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൂടിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ പ്രശ്നമൊന്നും ഇല്ലാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ചെടികൾ കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെള്ളത്തിൽ കിടക്കുന്ന ചെടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ചൂട് കുറവുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു മുയൽ മുയലുകളെല്ലാം അത്യാവശ്യം അവർക്ക് ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാമിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീക്കായിട്ട് വന്ന് എല്ലാവരെയും കൊണ്ടുപോകും. അവരെ അപ്പം മണ്ണിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു മുയലിനെ കൊടുക്കാനൊരു വിഷമം. അപ്പം ഇദ്ദേഹത്തിനെ മാത്രം നമ്മളിവിടെ ഈ മണ്ണിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോഴും കൂടി തന്നെയാണുള്ളത്. അപ്പോൾ അവരെ നെക്സ്റ്റ് വീക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ഏപ്രിൽ 1 നമ്മൾ ഈ വില്ലയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 2 മാസം കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മാക്സിമം ഈ ഒരു 2 മാസം കൊണ്ട് കൂടി മാക്സിമം വെച്ച് പിടിപ്പിച്ച് ഇവിടെ ഒന്ന് പച്ചപ്പൊക്കെ ആക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഷെഡിന് പുറത്തുകൂടി ഒരു ഗ്രീൻ ഷീറ്റും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.